മതി മതി മതി. ഈ കാറിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, സ്റ്റാർട്ട് ആകുന്നില്ല. ബൊലേറോ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് കാര്യങ്ങൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഡീസൽ ഫിൽറ്റർ ആണ്. ഡീസൽ ഫിൽറ്റർ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡീസൽ ഫിൽറ്ററിൻ്റെ ടോപ്പ് സൈഡിലൊക്കെ വെള്ളത്തിൻ്റെ അംശം കാണുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൻ്റെ അംശം കാണുന്നുണ്ട്. ഇതിൻ്റെ സർവീസ് ലേറ്റ് ആയതായിട്ട് പറയുന്നില്ല. ഇതിൻ്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് മുമ്പായിട്ട് ഇതിൻ്റെ സർവീസ് എല്ലാം ചെയ്തതാണ്. ഇനി സർവീസ് ചെയ്ത സമയത്ത് ഈ ഒരു ഡീസൽ ഫിൽറ്റർ മാറാൻ വിട്ടുപോയതാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡീസൽ ഫിൽറ്റർ റിമൂവ് ചെയ്തെടുത്തു. ഇപ്പം ഞാൻ അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നായിട്ട് നമ്മൾ സിറിഞ്ചിൽ പിക്ക് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫുള്ള് വെള്ളമാണ്. അതായത് നമ്മുടെ ഡീസൽ ഫിൽറ്ററിൻ്റെ താഴെയായിട്ട് കാണുന്നത് ഫുൾ വെള്ളമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ നമുക്കിനി ഇത് ഫുള്ളി ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് ഈ ബൊലേറോ സ്റ്റാർട്ട് ആവാത്തതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മളിതിൽ വെള്ളം കണ്ടു. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഡീസൽ ഫിൽറ്റർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിൽ നല്ല രീതിയിൽ അഴുക്ക് വന്നിട്ടുണ്ട്. ഈ നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിലുള്ള അഴുക്കാണ് ഇതിൽ. പിന്നെ മാത്രമല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ഓടുന്ന വണ്ടികൾക്കൊക്കെ ഈ ടാങ്കിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ ഡെപ്പോസിറ്റ് നല്ല രീതിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ പമ്പുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഡീസൽ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല സമയങ്ങളിലും നമുക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതായത് ഡീസൽ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ച ശേഷം അതിൽ വെള്ളം കയറി വണ്ടി സ്റ്റാർട്ടാവാതെ അതുപോലെയുള്ള കാരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റീസൺ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ കാണാൻ പറ്റും എപ്പോഴും നമ്മുടെ വെള്ളം താഴെയായിട്ടായിരിക്കും നിൽക്കുക. അതായത് ഡീസൽ ടോപ്പിലും വെള്ളം താഴെയായിട്ടായിരിക്കും നിൽക്കുക. അപ്പം ഈ ഒരു സ്റ്റേജാണ്. നമുക്കിതിൻ്റെ ടാങ്ക് നമുക്ക് അഴിച്ചെടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ഫ്യൂവൽ പമ്പ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഫ്യൂവൽ പമ്പിൻ്റെ പ്രഷർ വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. ഈ ഒരു അകത്തുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഒരുപാട് പഴക്കമുള്ള ടാങ്കുകളൊക്കെ ആണെങ്കിൽ അതിൽ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 6-7 വർഷമൊക്കെ പഴക്കമുള്ള ഒരു വണ്ടിയാണിത്. ചിലപ്പോൾ അതിൽ കുറച്ചൊരു കൂടുതലുണ്ടാവും. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഫ്യൂവൽ പമ്പ് അഴിച്ചെടുത്തിട്ടുണ്ട്. പമ്പിൻ്റെ അകത്തൊക്കെ ഫുൾ ബ്ലോക്കാണ്, നല്ല രീതിയിൽ അഴുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പമ്പിൻ്റെ താഴെയുള്ള ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് പ്രഷർ കുറവൊന്നും കാണിക്കുന്നില്ല. ഈ ഒരു ഫിൽറ്ററിൻ്റെ താഴ്ഭാഗമൊക്കെ കാണാൻ പറ്റും ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A to Z ക്ലീനിങ് ആണ്. അതായത് നമ്മുടെ ടാങ്ക് തൊട്ട് നമ്മുടെ ഫ്യൂവൽ ലൈൻസ്, അതുപോലെ ഡീസൽ ഫിൽറ്റർ, നമ്മുടെ ഇഞ്ചക്ടേഴ്സ്, അങ്ങനെ ഓൾ ആയിട്ടുള്ള എല്ലാ സിസ്റ്റവും നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ടാണ്. പ്രോപ്പറായി ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പം നമ്മളിതിൻ്റെ താഴെയുള്ള ഫിൽറ്റർ നമ്മൾ അയച്ചെടുക്കുന്നത് ഫ്യൂവൽ പമ്പിന് താഴെ. ഇനി നമുക്ക് ആ ഫിൽറ്റർ ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. മാത്രമല്ല, ഈ ഒരു ബൊലേറോ സ്റ്റാർട്ട് ആവാതായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടാസ്ക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്നതെല്ലാം നിസാൻ്റെ സിസ്റ്റമാണ്. അപ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കാര്യങ്ങൾ. മാത്രമല്ല നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ഓരോ പാർട്സുകളും. ഇപ്പം നമുക്കിനി ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നമ്മൾ പമ്പൊക്കെ നമ്മൾ ഗ്യാരേജിൻ്റെ അകത്ത് സേഫായിട്ട് വെച്ചു. സത്യം പറഞ്ഞാൽ കുറച്ച് സമയമായിട്ടോ നമ്മൾ ഈ ക്ലീനിങ് തുടങ്ങിയിട്ട്. എന്നിട്ടും വീണ്ടും നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നില്ല. കാരണം ഈ സത്യം പറഞ്ഞാൽ ഇത് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ ഈ ടാങ്ക്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തിരിക്കുകയാണ്. ക്ലീൻ ചെയ്ത് നമുക്ക് മാത്രമല്ല ഇതിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാനും പറ്റില്ല. കാരണം വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അംശമൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഡീസൽ ക്വാളിറ്റി ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ കാണുന്ന പുതിയ ക്യാനിലുള്ളതാണ് നമ്മുടെ ഒറിജിനൽ നമ്മൾ പുതിയ മേടിച്ച ഡീസൽ. പഴയ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കളറ്. ഓക്കെ, അപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നമ്മളിനി ലാസ്റ്റ് ക്ലീനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഡീസലാണ് നമ്മൾ ഒഴിക്കുന്ന ടാങ്കിലേക്ക്. ഇതൊരിക്കലും നമ്മൾ ഓടിക്കാൻ ഉപയോഗിക്കില്ല കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് പൈസ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ ഡീസൽ ഒഴിച്ച ശേഷം നമ്മൾ ഈ ഒരു ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. ഈ ടാങ്ക് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ഒരു പുതിയ ഡീസൽ പോയ ശേഷം നമ്മളത് ഫുള്ളി റിമൂവ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. ഇനി നമുക്ക് അടുത്തത് പോകാനുള്ളത് നമ്മുടെ ഫ്യൂവൽ പമ്പിലേക്കാണ്. അപ്പോൾ ഫ്യൂവൽ പമ്പെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു. പമ്പിൻ്റെ ഫിൽറ്ററൊക്കെ നമ്മൾ പ്രോപ്പർ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇനി നമുക്കത് റിട്ടേൺ ഫിക്സ് ആക്കണം. റിട്ടേൺ ഫിക്സ് ആക്കിയ ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു പമ്പിൻ്റെ ആ ഒരു കവറിങ്ങും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. ഫുൾ അസംബ്ലി നമ്മൾ
ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പ്രോപ്പറായിട്ട്. ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതൊക്കെ നമ്മൾ അഴിച്ചു അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്ത് നമ്മളിനി കാറിലേക്ക് ഫിക്സ് ചെയ്യണം. ഈ ഒരു ടാങ്ക് സത്യം പറഞ്ഞാൽ മറ്റു കാറുകളെ പോലെയല്ല, ബൊലേറോ കുറച്ചൊരു ടാസ്ക്കാണ് നമുക്ക് ഇത് അഴിച്ചെടുത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്റ്റേഴ്സാണ് ഫ്യൂവൽ പമ്പിൻ്റെ. കാരണം ഈ ഒരു ഫ്യൂവൽ പമ്പിൻ്റെ കണക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് കണക്ടറാണ്. കാരണം നമ്മൾ പ്രസ് ചെയ്ത് പുഷ് ചെയ്ത് അങ്ങനെ ഒരു 50-50 ചിലപ്പോൾ അതൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടാങ്ക് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് നമ്മുടെ കാറിലേക്ക്. ടാങ്ക് നമ്മൾ പയ്യെ കാറിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതുപോലെയുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പെൻസ് എത്ര വരും എന്നുള്ള കാര്യത്തിലാട്ടോ. കാരണം ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഡീസൽ ലാബിലൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പമ്പ് അഴിച്ചു കൊണ്ടുവരണം, അതുപോലെ തന്നെ ഇഞ്ചക്ടറുകൾ അയച്ചു കൊണ്ടുവരണം, എന്നിട്ട് അവിടെ വെച്ച് ചെക്ക് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റേജ് ഞാൻ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് സംസാരിച്ചു. എൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു ബോൾട്ടാണ്, അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, കുറച്ച് റെസ്റ്റി ആയിട്ടുള്ള ബോൾട്ടാണ്. ഞാൻ നമ്മുടെ ഓണറുടെ അടുത്ത് പ്രോപ്പറായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ. നമ്മൾ ഇതുപോലെ ഒരു ഫസ്റ്റ് നമ്മുടെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡീസൽ ടാങ്കും അതുപോലെയുള്ള മറ്റു ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള എക്സ്പെൻസ് എത്ര വരും, എങ്ങനെയായിരിക്കും കാറിൻ്റെ ടൈം എത്ര വരും എന്നൊക്കെ നമുക്ക് ഡീപ്പായിട്ട് എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പുതിയ ഫിൽറ്ററാണ്, ഡീസൽ ഫിൽറ്റർ. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈനിൻ്റെയും അതുപോലെ തന്നെ ടാങ്കിൻ്റെയും ക്ലീനിങ് എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പുതിയ ഡീസൽ ഫിൽറ്റർ നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഡീസൽ ഫിൽറ്ററിൻ്റെ ഈ ഒരു അസംബ്ലി നമുക്ക് ക്ലീൻ ചെയ്യണം. അതിൻ്റെ അകത്തും നമ്മൾ നേരത്തെ തന്നെ വെള്ളം സിറിഞ്ച് വെച്ച് വലിച്ചെടുത്തായിരുന്നു അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അതെല്ലാം നമ്മൾ A to Z പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഒരു ഡീസൽ ഫിൽറ്റർ ഫിക്സ് ചെയ്യുന്നത്. മാത്രമല്ല എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു 20,000 കിലോമീറ്ററൊക്കെ കൂടുന്ന സമയത്ത് ഈ ഒരു ഡീസൽ ഫിൽറ്റർ മാറിയ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം ഇപ്പം മുന്നോട്ട് വരുന്തോറും ഡീസലിൻ്റെ ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായി A to Z ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുതിയൊരു ഡീസൽ ഫിൽറ്റർ നമുക്ക് ഫിക്സ് ചെയ്യാം. അത് ഫിക്സ് ചെയ്ത ശേഷം നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. ഇപ്പം നമ്മൾ പുതിയ ഓറിംഗ് എല്ലാം റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ഓറിംഗ് റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഫിൽറ്റർ നിങ്ങൾ കണ്ടു, ഫുൾ ബ്ലാക്കാണ് നേരത്തെ ഫിൽറ്ററിൻ്റെ കളർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കാരണം ഡീസൽ പാസ് ചെയ്തെന്ന് കരുതി ഒരിക്കലും ബ്ലാക്ക് ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടാങ്ക് ടു നമ്മുടെ ഈ ഒരു ഫിൽറ്റർ അസംബ്ലി വരെയുള്ള പോർഷൻസ് ഇപ്പോൾ ക്ലീൻ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ലൈൻസ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യണം. അതായത് നമ്മുടെ ഒരു ഹൈ പ്രഷർ പമ്പ്, അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചക്ടേഴ്സിൻ്റെ ലൈനുകൾ, ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഇപ്പം നമുക്ക് നോക്കാൻ പറ്റും, ഇപ്പം നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന പ്രഷറാണ് കേട്ടോ. അതൊക്കെ ഏകദേശം ഒരു 750 to 800 ml പ്രഷർ നിങ്ങൾക്ക് ഒരു കീ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടാങ്കിൻ്റെ അകത്തിരിക്കുന്ന ഫ്യൂവൽ പമ്പ് ഏകദേശം പ്രഷർ ഉള്ളതാണെന്ന് പറയാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈനുകളെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാണ്. ഓരോ ലൈനുകളും നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ആ ലൈനുകളിലെല്ലാം നമ്മൾ പുതിയ ഡീസലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ നമുക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ കാറ് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസിനെ കുറിച്ച് ഓർക്കുമ്പോൾ കേട്ടോ. കാരണം എക്സ്പെൻസ് ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും ചിലപ്പോൾ വരിക. അതായത് ഇഞ്ചക്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹൈ പ്രഷർ പമ്പ്, ഏത് റീസണാണെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ മേ ബി ടൈമിങ് ജമ്പ് ആയതാണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു കാർ സ്റ്റാർട്ട് ആവാൻ ചാൻസ് ഇല്ല കേട്ടോ. മാത്രമല്ല അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ലൈനുകളെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടൈം ചെക്കിങ്ങിൽ നമ്മുടെ എയർ ഫിൽറ്ററും കൂടെ നോക്കുന്നുണ്ട്. എയർ ഫിൽറ്ററും ഏകദേശം മോശമാണ് പഴയത്. നമ്മൾ പുതിയ എയർ ഫിൽറ്റർ നമ്മൾ കാറിലേക്ക് ഫിക്സ് ആക്കുന്നുണ്ട്. പുതിയ എയർ ഫിൽറ്റർ നമ്മൾ കാറിലേക്ക് ഫിക്സ് ആക്കിയ ശേഷം നമ്മളിനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ ഒഴിക്കണം. നമ്മുടെ ടാങ്ക് ഇപ്പോൾ എംറ്റി ആണ്. അപ്പോൾ ടാങ്കിലേക്ക് നമുക്ക് ഡീസൽ ഒഴിക്കാം. അപ്പോൾ നമ്മൾ ക്യാപ്പൊക്കെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ക്യാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെയാണ് നമ്മൾ ഡീസൽ ഒഴിക്കുന്നത്. ഇത് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയ ഒരു ടൂളാണ് ഡീസൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്.
ഒരു ബോട്ടിലെടുത്ത് ജസ്റ്റ് ഒന്ന് ടോപ്പ് സൈഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്ററാണ്. അപ്പോൾ നമ്മൾ പ്യുവർ ഡീസലാണ് നമ്മൾ ഒഴിക്കുന്നത്. അതായത് ഏകദേശം ഇപ്പോൾ നമ്മൾ 5 ലിറ്റർ വരുന്ന രണ്ടാമത്തെ ക്യാനാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത് കേട്ടോ. ഓക്കെ, 2 ക്യാൻ കൂടെ നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ടായ ശേഷം 2 ക്യാൻ കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ 2 ക്യാൻ ഒഴിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡീസൽ പ്രോപ്പറായിട്ട് നമ്മൾ കാറിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ച ശേഷം നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ബാലൻസ് ഉണ്ട്. അതായത് നമുക്കിതിൻ്റെ ഈ എയർ ഫിൽറ്ററിൻ്റെ അസംബ്ലി നമുക്കൊന്ന് ടൈറ്റ് ചെയ്യണം. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനി കാറ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അടിച്ചു ഇതുപോലൊരു സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഓണറുടെ അടുത്ത് പറയുന്നു അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വർക്ക് നമ്മൾ ചെയ്തു, ലൈന് ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്തു, ഡീസൽ ഒഴിച്ചു, എന്നിട്ടും കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം. നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് റെയിൽ പ്രഷർ ടു ലോ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, റെയിലിലുള്ള നമ്മുടെ കോമൺ റെയിലിലെ പ്രഷർ ടു ലോ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് 1 by 1 ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രണ്ടാമത്തെ ഇഞ്ചക്ടർ, അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ ഇഞ്ചക്ടറിന് ചെറുതായിട്ടൊരു ബാക്ക് ലീക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചക്ടർ നമുക്കൊന്ന് ലാബിലേക്ക് കൊണ്ടുപോകണം. ആ ഇഞ്ചക്ടർ ഫിക്സ് ചെയ്ത ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഹൈ പ്രഷർ പമ്പിൻ്റെ കാര്യം നോക്കാൻ പറ്റുള്ളൂ. കാരണം വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് മാത്രമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അതായത് നമ്മൾ ഇതിൻ്റെ ഫുൾ അസംബ്ലി വിത്ത് റോളർ നമ്മൾ അയച്ചുകൊണ്ട് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു പമ്പ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചില ലാബുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവർക്ക് പറ്റും. പക്ഷേ നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ലാബുകളിലൊക്കെ അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ ഒരു ടൈപ്പ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഇഞ്ചക്ടർ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇഞ്ചക്ടർ അഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പം ഞാൻ ഈ ലൂസ് ചെയ്യുന്ന ഇഞ്ചക്ടറാണ് നമ്മൾ അഴിച്ചെടുക്കാൻ പോകുന്നത്. നമുക്ക് 17, അതായത് 17ൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ച് ഇത് അഴിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ടോപ്പ് സൈഡിലുള്ള പൈപ്പാണ് നമ്മൾ ആദ്യം അഴിച്ചെടുക്കുന്നത്. നമ്മുടെ കോമൺ റെയിലിൽ നിന്ന് ഡയറക്റ്റ് ഇഞ്ചക്ടറിലേക്ക് പോകുന്ന പൈപ്പാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പ് അഴിച്ചെടുത്ത ശേഷം നമുക്കിനി ബാക്കി കാര്യങ്ങൾ അഴിച്ചെടുക്കാം. ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൈപ്പ് ജസ്റ്റ് റിമൂവ് ചെയ്ത ശേഷം നമുക്കിനി ഇഞ്ചക്ടറിൻ്റെ മേലെ എലങ്കിയുടെ ബോൾട്ട് വരുന്നുണ്ട്. എലങ്കിയുടെ ബോൾട്ട് നമുക്ക് റിമൂവ് ചെയ്യണം. ഈ ബോൾട്ട് അഴിച്ചെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല റിസ്ക് ഉണ്ട്. കാരണം ഇത് സ്ലിപ്പാവുകയോ ഒടിയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി പരിപാടികളും സ്റ്റോപ്പ് ആവും. ഇഞ്ചക്ടർ നമ്മൾ അങ്ങനെ അഴിച്ചെടുത്തിരിക്കുകയാണ്. നമുക്കിത് നോക്കാം ഇഞ്ചക്ടറിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, ഇഞ്ചക്ടറിന് നല്ല റെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ താഴെയായിട്ട് ഇഞ്ചക്ടറിൽ. ഈ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ പൊതുവേ കുറച്ച് കംപ്ലൈൻറ്റ് കൂടിയ ഒരു ഇഞ്ചക്ടറാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വിഫ്റ്റിൽ വരുന്ന ഇഞ്ചക്ടർ, അതുപോലെ ടൊയോട്ടയിൽ വരുന്ന ഇഞ്ചക്ടർ, ഇതിനൊക്കെ നല്ല ലൈഫ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ്. നിസാൻ്റെ വണ്ടികളിൽ, റെനോൾട്ടുകളിൽ ഇനിയിപ്പം ഈ ഇഞ്ചക്ടറിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഡീസൽ ക്വാളിറ്റിയുടെ കുഴപ്പമാണോ എന്നറിയില്ല, ഈ ഇഞ്ചക്ടറിന് കൂടുതലും കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് അവൻ്റെ ഒരു ഡസ്റ്റർ വണ്ടിക്ക് ഇതുപോലെ ഇഞ്ചക്ടർ മാറിയിട്ട് ഏകദേശം കമ്പനിയിൽ നിന്ന് 80,000 രൂപയോ മറ്റോ ബില്ലായിട്ടുണ്ട് അവന്. ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇഞ്ചക്ടർ അഴിച്ചെടുത്ത ഹോൾസ് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. A to Z വൃത്തിയാക്കി നമ്മൾ ക്ലീൻ ചെയ്യണം. നമ്മുടെ ഇഞ്ചക്ടർ ഇപ്പോൾ ലാബിലാണുള്ളത്. അവരവിടെ നിന്ന് ഇഞ്ചക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവർ ചെക്ക് ചെയ്ത ശേഷം അവർ കൊണ്ടുവരും ഇഞ്ചക്ടർ. വേണ്ട സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇഞ്ചക്ടർ റീപ്ലേസ് ചെയ്യുന്നില്ല, ഇഞ്ചക്ടർ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചക്ടർ ഫിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ കാറിലേക്ക്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. ബോൾട്ട് ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു കാറിൻ്റെ സ്റ്റാർട്ടിങ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നോ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തു, ബോൾട്ട് ടൈറ്റ് ചെയ്തു. അതുപോലെ ബാക്കി ലൈൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാറ്ററി നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവസാനമായിട്ട് ചെയ്യുന്ന കാര്യം ഇതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം ബാറ്ററി ടൈറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. നമുക്കിനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഈ കാണുന്ന ഇഞ്ചക്ടറാണ് ഇപ്പോൾ നമ്മൾ മാറി ചെയ്തത്. ഇതിൻ്റെ പാർട്സുകൾ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന കൺട്രോൾ വാൽവ് കാര്യങ്ങളൊക്കെ ലാബിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാറൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓണാക്കി
നേരത്തെ നമുക്ക് റെയിൽ പ്രഷർ കിട്ടിക്കൊണ്ടിരുന്നത് 80 ബാർ 70 ബാറൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചക്ടർ ബാക്കിലേക്ക് ആയതുകൊണ്ട് തന്നെ റെയിലിൻ്റെ അകത്ത് പ്രഷർ നിൽക്കുന്നില്ല. ഇതുപോലെയുള്ള റീസണുകളിൽ ഒരുപാട് എക്സ്പെൻസുകൾ ചില സമയങ്ങളിൽ വന്നു പോകാറുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് ട്രബിൾ ഷൂട്ടിങ് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പമ്പ് മാറ്റും, ഇഞ്ചക്ടർ മാറ്റും, ഇതിൻ്റെ കമ്പ്യൂട്ടർ മാറ്റും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. ഇപ്പം നമ്മുടെ റിട്ടേൺ ഫ്ലോ ഒക്കെ വളരെ ബെറ്ററാണ്. 4 ഇഞ്ചക്ടറിൽ നിന്നും കറക്റ്റായിട്ടുള്ള റിട്ടേൺ ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഇഞ്ചക്ടറിന് കംപ്ലൈൻറ്റ് വരില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഞ്ചക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്. അപ്പം അതിന് വിഷയങ്ങൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും വെള്ളത്തിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇഞ്ചക്ടർ, പമ്പ്, ഇതിനൊക്കെ കംപ്ലൈൻറ്റുകൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.